ഹായ് ഫ്രണ്ട്സ്, സീമാസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്നിരിക്കുന്ന ഒരു പുതിയൊരു സ്നാക്സിൻ്റെ എന്താ പറയുക, ഒരു ക്രീമി. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ഞാനിപ്പോൾ ചെറിയൊരു അളവിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു അര കപ്പ് പഞ്ചസാര എടുത്തു. അതിലേക്ക് ഒരു ടീസ്പൂണ് കോൺഫ്ലോറിൻ്റെ പൊടിയില്ലേ, അതിട്ടിട്ട് നന്നായി നല്ല നമ്മൾ പത്തിരിയുടെ പൊടി എന്നൊക്കെ പറയില്ല, അത്രയും നൈസായിട്ട് പൊടിച്ചെടുക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂണ് ബട്ടർ, ഉപ്പില്ലാത്ത ബട്ടർ ഫ്രിഡ്ജിൽ നിന്ന് നേരിട്ടിട്ട് എടുക്കാണ്ട് ഇത്തിരി നേരം പുറത്തെടുത്ത് വെച്ചിട്ട് അത് മെൽറ്റാക്കണ രീതിയിൽ നമ്മൾ തൊടുമ്പോൾ നന്നായി മെൽറ്റായി വരില്ല ആ ലെവൽ. അങ്ങനെ ഈ ലെവലിൽ അത് അടിച്ചെടുക്കുക. കണ്ട, നന്നായി അടിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഇത് ഇത്രയും കട്ട് ചെയ്യുമ്പോൾ നമുക്കത് സ്പ്രെഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ നല്ല തിളച്ച പാലില്ലേ, അതിൽ നിന്ന് ആദ്യം ഒരു ടീസ്പൂണ് എടുത്തൊഴിക്കുക. എന്നിട്ട് നമ്മൾ ഒന്ന് മിക്സാക്കുക. അപ്പോൾ ഇത്തിരി ലൂസ് പോലെ ആവണം നോക്കിയില്ലെങ്കിൽ 2 ടീസ്പൂൺ എടുത്തൊഴിക്കുക. എന്നിട്ട് നന്നായി ഇങ്ങോട്ട് മിക്സാക്കുക. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ 2 ടീസ്പൂൺ ഒഴിച്ചിട്ടും ശരി അങ്ങനെ ലൂസായില്ല. അപ്പോൾ ഞാൻ 1.5 ടീസ്പൂണും കൂടി വീണ്ടും ഒഴിച്ചു കേട്ടോ. അങ്ങനെയാണ് ഞാൻ അത് മിക്സാക്കിയത്. കണ്ട, ഇത് നല്ല നമ്മുടെ വൈറ്റ് ചോക്ലേറ്റ് ഗണേഷ് പോലെ ഇരിക്കുന്നുണ്ടോ, പക്ഷെ നല്ല ഫ്ലേവറാണ്, ബട്ടറൊക്കെ ആയിട്ട്. എന്നിട്ട് നമ്മൾ ബ്രെഡ് എടുക്കുക. ബ്രെഡോ ചപ്പാത്തി എന്ത് വേണമെങ്കിൽ എടുക്കാം കേട്ടോ. ബ്രെഡ് എടുത്തിട്ട് ഞാൻ ബ്രെഡ് എടുത്തപ്പോൾ ആ ബ്രെഡുമ്പോൾ വലിയൊരു ഹോള്. അങ്ങനെ ആ ബ്രെഡ് എടുത്തിട്ട് അത് ആകെ സ്പ്രെഡ് ചെയ്യുക, നല്ലോണം സ്പ്രെഡ് ചെയ്യുക കേട്ടോ. നമ്മൾ കേക്ക് ബേക്ക് ചെയ്യുമ്പോൾ നന്നായി ടാപ്പ് ചെയ്യണം എന്ന് പറയുന്നത് എന്തിനാണെന്നറിയാം, ഇതുപോലെ ഹോൾ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതായത് നന്നായി മോൾഡിൽ ഒഴിച്ചതിന് ശേഷം നമ്മൾ നന്നായി ഇട്ടിട്ട് ഒരു സ്റ്റിക്ക് വെച്ചിട്ട് ആകെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ ഇതുപോലെ ഹോൾ വരും. കണ്ട, 2 ബ്രെഡും ഇതുപോലെ ഹോൾ വന്നേക്കാം കേട്ടോ. എന്നിട്ട് നമ്മളിത് ഒന്നെങ്കിൽ നമ്മുടെ ദോശ ചൂട്ടുന്ന നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലോ അല്ലെങ്കിൽ ഇങ്ങനെ സാൻഡ്വിച്ച് മേക്കർ ഉണ്ടെങ്കിൽ ഇതുമ്മ അങ്ങനെ ഇത് ചൂടാക്കി എടുക്കുക. അപ്പോൾ ഈ ചൂടാക്കുമ്പോൾ എന്താണെന്ന് അറിയാം, ഈ നമ്മുടെ ഈ ബട്ടറൊക്കെ ഇല്ലേ ഈ ബ്രെഡ് മിക്ക് നന്നായി അങ്ങോട്ട് ചേരും. ഭയങ്കര ടേസ്റ്റാണ് കഴിക്കുക. പിന്നെ ബ്രെഡ് നല്ല ക്രിസ്പി. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കട്ടെ. ഇതുപോലെ ബട്ടറിൻ്റെ ഒരു ക്രീമി ഉണ്ടാക്കി നോക്കാം. നല്ല ടേസ്റ്റാണ്, നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കണം കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്നൊരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവരും ഇത് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ.